ഫണ്ണി ഫാക്ട്സ് എബൌട്ട് ഡോഗ്സ്. നായ്കളെക്കുറിച്ചുള്ള രസകരമായ അറിവുകൾ. ആദ്യമായി, കണ്ണടച്ചാലും എല്ലാം കാണുന്നവർ. അതായത് നായ്ക്കൾക്ക് മനുഷ്യരേക്കാൾ 3 മടങ്ങ് മികച്ച രീതിയിൽ ഇരുട്ടിൽ കാഴ്ചകൾ കാണാൻ സാധിക്കും. അവയുടെ കണ്ണുകളിലെ ടപ്പീറ്റം ലൂസിഡം എന്ന പ്രത്യേക പാളിയാണ് ഇരുട്ടിലും പ്രകാശം പ്രതിഫലിച്ച് അവയ്ക്ക് വ്യക്തമായ കാഴ്ച നൽകുന്നത്. രാത്രിയിൽ നായ്ക്കളുടെ കണ്ണ് തിളങ്ങുന്നതിൻ്റെ കാരണവും ഇതുതന്നെയാണ്. അടുത്തൊരു പ്രത്യേകത എന്ന് പറയുന്നത്, നിങ്ങൾ എപ്പോഴെങ്കിലും നായ്ക്കൾ ഉറങ്ങുമ്പോൾ അവ കാലിട്ടടിക്കുന്നത് കണ്ടിട്ടുണ്ടോ? അത് വെറുതെയല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, നായ്ക്കൾ ഉറക്കത്തിൽ മനുഷ്യരെ പോലെ തന്നെ സ്വപ്നം കാണാറുണ്ട്. മിക്കവാറും ഏതെങ്കിലും പൂച്ചയുടെ പിറകെ ഓടുന്നതോ അല്ലെങ്കിൽ യജമാൻ്റെ കൂടെ കളിക്കുന്നതോ ഒക്കെയാവും അവർ സ്വപ്നം കാണുന്നത്. അതിൻ്റെ റിയാക്ഷൻ എന്ന പോലെയാണ് അവർ ഉറക്കത്തിൽ കാലിട്ടടിക്കുന്നത്. മൂന്നാമത്തെ പ്രത്യേകത കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആണ്. അതായത് മനുഷ്യന്മാരിൽ തന്നെ ഇടം കൈ യൂസ് ചെയ്യുന്നവരും വലം കൈ യൂസ് ചെയ്ത് എഴുതുന്ന ആൾക്കാരൊക്കെ ഇല്ലേ, ലെഫ്റ്റ് ഹാൻഡേഴ്സും റൈറ്റ് ഹാൻഡേഴ്സും. അതേപോലെ തന്നെ നായ്ക്കളുടെ ഇടയിലും ഉണ്ട്. മനുഷ്യന്മാരെ പോലെ തന്നെ നായ്ക്കൾക്കും ഇടം കൈ അല്ലെങ്കിൽ ഇടത് കാൽ, വലം കൈ അല്ലെങ്കിൽ വലത് കാൽ ഉപയോഗിക്കുന്ന ശീലമുണ്ട്. അവരോട് ഷെയ്ക്ക് ഹാൻഡ് ചോദിക്കുമ്പം ആദ്യം തരുന്ന കാൽ ഏതാണ് എന്ന് നോക്കിയാൽ നിങ്ങളുടെ നായ ലെഫ്റ്റ് ഹാൻഡ് ആണോ റൈറ്റ് ഹാൻഡ് ആണോ എന്ന് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ കഴിയും. നാലാമതായി, അവരുടെ പ്രത്യേകതയാണ് വിയർക്കുന്നത് കാലിലൂടെ മാത്രം. അതായത് മനുഷ്യന്മാരെ പോലെ നായ്ക്കൾക്ക് ദേഹം മുഴുവൻ വിയർക്കാറില്ല. അവയുടെ വിയർപ്പ് ഗ്രന്ഥികൾ പ്രധാനമായും ഉള്ളത് അവരുടെ കാൽപാദങ്ങളിലാണ്, പോ പാഡ്സ്. അപ്പോൾ ചൂടുള്ളപ്പോൾ അവ ശരീരം തണുപ്പിക്കുന്നത് എങ്ങനെയാണ്? നമുക്ക് നോക്കാം. അവ ചൂട് സമയങ്ങളിൽ വായ തുറന്ന് നാക്ക് പുറത്തേക്ക് ഇട്ട് വേഗത്തിൽ ശ്വാസമെടുക്കുന്നതിലൂടെയാണ് അവ ശരീരം തണുപ്പിക്കുന്നത്. അഞ്ചാമത്തെ പ്രത്യേകതയായി പറയാവുന്നത് അവയുടെ സമയം തിരിച്ചറിയാനുള്ള കഴിവാണ്. നായ്ക്കൾക്ക് കൃത്യമായ സമയക്രമം മനസ്സിലാക്കാൻ സാധിക്കും. നമ്മളുടെ ദിനചര്യകൾ അവ കൃത്യമായി പഠിച്ചു വയ്ക്കുന്നു. അതുകൊണ്ടാണ് നിങ്ങൾ ഓഫീസിൽ നിന്നോ സ്കൂളിൽ നിന്നോ തിരിച്ചെത്തുന്ന സമയം കൃത്യമായി അറിഞ്ഞ് അവർ വാതിൽക്കൽ കാത്തു നിൽക്കുന്നത്. ഇത് എപ്പോഴെങ്കിലും നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ആറാമത്തെ പ്രത്യേകതയാണ്, മനുഷ്യന്മാർക്കുള്ളത് പോലെ ഫിംഗർ പ്രിൻ്റ് നായ്ക്കൾക്കുമുണ്ട്. അവിടെ നായ്ക്കൾക്കുള്ളത് ഫിംഗർ പ്രിൻ്റ് അല്ല, നോസ് പ്രിൻ്റാണ്. എന്താണെന്ന് വെച്ചാൽ, മനുഷ്യന്മാരെ തിരിച്ചറിയാൻ നമ്മുടെ വിരലടയാളം ഉപയോഗിക്കുന്നത് പോലെ നായ്ക്കളെ തിരിച്ചറിയാൻ അവയുടെ മൂക്കിൻ്റെ അടയാളം ഉപയോഗിക്കാം. ലോകത്തിലെ ഒരു നായയുടെ മൂക്കിൻ്റെ വരകളും ഡിസൈനും പോലെ ആയിരിക്കില്ല മറ്റൊരു നായയുടേത്. തികച്ചും യൂണീക്കായിരിക്കും. അടുത്തൊരു പ്രത്യേകതയായി പറയാൻ പറ്റുന്നത് നായ്ക്കളുടെ കാതുകളെ പറ്റിയിട്ടാണ്. ചെവികൾ. നായ്ക്കളുടെ കാതുകൾ ചലിപ്പിക്കാൻ 18ലധികം പേശികൾ സഹായിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് വ്യത്യസ്ത ദിശകളിൽ നിന്നുള്ള ചെറിയ ശബ്ദങ്ങൾ പോലും അവയ്ക്ക് കൃത്യമായി കേൾക്കാൻ സാധിക്കുന്നത്. പിന്നീട് നിങ്ങൾ എപ്പോഴെങ്കിലും നായ്ക്കൾ തോള് ഉരസുന്നത് കണ്ടിട്ടുണ്ടോ? അത് വെറുതെയല്ല, അതിനും ഒരു പ്രത്യേകതയുണ്ട്. തങ്ങളുടെ പ്രിയപ്പെട്ട ഗന്ധങ്ങൾ അല്ലെങ്കിൽ മണങ്ങൾ തോളിൽ തേച്ച് പിടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ നായ്ക്കൾ തോളുകൾ ഉരസുന്നത്. അടുത്ത പ്രത്യേകതയായി പറയാൻ പറ്റുന്നത് ചിരിക്കുന്ന നായ്ക്കൾ. അതായത് ആളുകളെ അനുകരിച്ച് അവ ചിലപ്പോൾ ചിരിക്കുന്നത് പോലെ മുഖം കാണിക്കാറുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അടുത്തതായിട്ട് കൂട്ടുകാരനെ കണ്ടെത്തൽ. തൻ്റെ ഏറ്റവും നല്ല കൂട്ടുകാരൻ സ്വന്തം വാലാണെന്ന് ചിന്തിച്ച് അവ അതിനെ പിടിക്കാൻ ഓടാറുമുണ്ട്.